സമീപവാസിയുടെ നിരന്തര പരാതിയെ തുടർന്ന് ഇന്ധനപ്പമ്പ് എന്ന പദ്ധതി പാടെ ഉപേക്ഷിക്കുകയാണെന്ന് ബാനർ എഴുതി കെട്ടി നിക്ഷേപകൻ. പരാതി പിൻവലിക്കുന്നതിന് 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 സെന്റ് ഭൂമി അയൽവാസി കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നും ബാനറിൽ പറയുന്നു. പത്തനംതിട്ട കൂടലിലാണ് സംഭവം. ഇന്ധനപ്പമ്പ് തുടങ്ങുന്നതിനായി ഭൂമി വാങ്ങിയതടക്കം 5 കോടി രൂപ നിക്ഷേപം നടത്തിയ ശേഷമാണ് പ്രവർത്തനങ്ങൾ ഉടമ നിർത്തിവെച്ചിരിക്കുന്നത്. കാരണമായി പറയുന്നത് സമീപവാസിയുടെ നിരന്തര പരാതിയാണ്. പരാതി പിൻവലിക്കണമെങ്കിൽ ഒന്നുകിൽ 25 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് 3 സെന്റ് സ്ഥലം കൈക്കൂലിയായി വേണം എന്നുള്ളതാണ്. പക്ഷേ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ പ്രദേശവാസികളുടെ കൂടി ഇടപെടൽ തേടിക്കൊണ്ടാണ് ഈ സ്ഥാപനത്തിന് മുൻവശത്ത് ബോർഡ് വെച്ചിരിക്കുന്നത്. പ്രവാസി വ്യവസായിയായ കൂടൽ സ്വദേശി ബിജു ജോണാണ് നിക്ഷേപകൻ. എല്ലാ നിയമവശങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പമ്പ് മുന്നോട്ട് വന്നത്. ആദ്യം ഇദ്ദേഹം ചെയ്തത് തൊട്ടടുത്തുള്ള വീട്ടുകാരിൽ നിന്നെല്ലാം ഒപ്പ് വാങ്ങിച്ചിട്ട് വീട്ടിലെ കിണറ്റിലും ഇവിടെയെല്ലാം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അംശം വരുമെന്നും പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് ഓരോ കംപ്ലയിൻറ്റ് ഒരിടത്തല്ല. ഇപ്പോൾ പഞ്ചായത്ത് നടന്നില്ല നേരെ വില്ലേജിൽ പോകും, വില്ലേജ് നടന്നില്ല താലൂക്കിൽ പോകും, താലൂക്ക് നടന്നില്ല കളക്ട്രേറ്റിൽ പോകും, കളക്ട്രേറ്റ് നടന്നില്ല വിജിലൻസിൽ പോകും, പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകും. ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ശല്യപ്പെടുത്തൽ കാരണം എൻ്റെ ബ്രദർ അപ്പം പുള്ളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുഖേന പുള്ളിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പം നമ്മളിപ്പോൾ ഒന്നെങ്കിൽ 3 സെൻറ്റ് വസ്തു കൊടുക്കണം, അല്ലെങ്കിൽ 25 ലക്ഷം രൂപ പുള്ളിക്ക് കൈക്കൂലിയായിട്ട് കൊടുക്കണം. അതാണ് പുള്ളിയുടെ ഡിമാൻഡ്. 5 കോടി രൂപയോളം ഇപ്പം ഏകദേശം മുടക്കി, ഇനിയും കോടികൾ മുടക്കിക്കൊണ്ടിരിക്കണം ഇതൊന്ന് പൂർത്തിയായി. ഇപ്പോൾ 75% വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് ഇത് കംപ്ലീറ്റ് പൂർണ്ണമാക്കിയിട്ട് ചിലപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോ കാരണം വെച്ചിട്ട് ഓരോ പരാതി ഇങ്ങനെ പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോന്നിനും ഇവർ വന്ന് അളന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ഇത് കാരണമാണ് നമ്മളിങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത്. അതേസമയം റോഡും ഇന്ധന ടാങ്കും തമ്മിലുള്ള ദൂരപരിധിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും കൈക്കൂലി ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നും അയൽപക്കക്കാരൻ കൂടിയായിട്ടുള്ള വനം വകുപ്പ് മുൻ ജീവനക്കാരൻ പ്രതികരിച്ചു. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.